കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചായിട്ട് കാണാനില്ലല്ലോ എന്ന്. അതെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾസിൽ കൂടെ കടന്നുപോയ ഒരു പീരീഡായിരുന്നു. ഫിസിക്കൽ സ്ട്രഗിൾസ് മീൻസ് ഹെൽത്ത് ഇഷ്യൂസും, മെൻ്റൽ സ്ട്രഗിൾസ് മീൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. എൻ്റെ വിശ്വാസമാണ് ഇത് ഇത്രയും ടഫ് ടൈംസിലും ഞാൻ ഹാപ്പി ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ യേശുവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാത്തിരുന്ന സന്തോഷവാർത്ത എന്നെ തേടിയെത്തിയത്. അങ്ങനെ ഫെബ്രുവരി 14 ഡിസേബിൾഡ് ആയപ്പോൾ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവറായി വന്നിരിക്കുകയാണ്. അതിന് ആദ്യം തന്നെ ഞാൻ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് സൈബെക്സ് ഡിജിറ്റൽ ടീമിനോടാണ്. കാരണം ഞാൻ ഇത് പോയപ്പോൾ ഇത്രയും മാസങ്ങളോളം ഞാൻ പലരെയും കോൺടാക്ട് ചെയ്ത് നോക്കി, പല വഴികളും നോക്കി, ഏൽപ്പിച്ച ചിലർക്കൊന്നും എടുത്തു തരാൻ പറ്റിയില്ല. അങ്ങനെയാണ് സൈബെക്സ് വരുന്നത്. അപ്പോൾ അവർ എന്നോട് 45 days ആണ് ടൈം പീരീഡ് ചോദിച്ചത്. അവരെ ഏൽപ്പിച്ച് 3ാമത്തെ ദിവസം രാവിലെ എനിക്കൊരു കോൾ വരികയാണ്, അക്കൗണ്ട് റിക്കവർ ആയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. എന്നെപ്പോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണ്. പൈസ കൊടുത്താലും സാരില്ല, അക്കൗണ്ട് കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സൈബെക്സ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് 3 ദിവസം കൊണ്ട് കിട്ടിയെന്ന് എൻ്റെ ഇഷ്യൂ അക്കൗണ്ട് ഇൻറ്റഗ്രിറ്റി ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷനും ഇഷ്യൂവും അതിൻ്റെ ഡെത്തൊക്കെ അനുസരിച്ചിരിക്കും ആ റിക്കവറി ആയിട്ട് വരുന്ന ടൈം പീരീഡ് കേട്ടോ. ഇങ്ങനെ ഒരു അക്കൗണ്ട് പോകുമ്പോൾ എത്രത്തോളം നമ്മൾ മാനസികമായിട്ട് വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അത്രയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് ഒരു വട്ടം പോലും എനിക്ക് എന്തായി എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും ജെന്യുവിൻ ആയിട്ടുള്ള ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. ഈ ഒരു വിഷമത്തിൽ നിൽക്കുന്നവരാണ്, ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും അവർ അത്രയും അടിപൊളിയായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്താലും പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പാഠങ്ങൾ ഞാൻ ഈ കുറച്ച് നാളുകൊണ്ട് പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുക, നേട്ടം വരുമ്പോൾ ഓവറായിട്ട് ഹാപ്പി ആവുക, അങ്ങനെ ഇല്ല. ലൈഫ് എപ്പോഴും മരിക്കുന്നവർ ഒരേപോലെ ജീവിച്ച് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഞാൻ ഈ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന ഉടനെ തന്നെ എൻ്റെ പേരിൽ ഞാനാണെന്നും പറഞ്ഞ് മഞ്ജു അച്ചുക്കുട്ടി എന്ന് പറഞ്ഞ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ കുറേ ഞാൻ വഴികൾ നോക്കി. എന്നെ ഒരുപാട് ഫ്രണ്ട്സ്, എല്ലാവരുടെയും പേര് പറഞ്ഞ ഒരുപാട് പേര്, അത്രയും ഞാൻ അവരോടൊക്കെ അത്രയും കടപ്പെട്ടിരിക്കുന്നത്. ടഫ് ടൈംസിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, ജെന്യുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ്. അങ്ങനെ കുറേ പേര് എനിക്ക് കിട്ടി, നല്ല അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടോ. അവരൊക്കെ റിയാക്ട് ചെയ്തു. ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കുറേ കാര്യങ്ങൾ ഞാൻ ആക്ഷൻസ് എടുത്തിട്ടും ബാനായി പോവും. നെക്സ്റ്റ് ഡേ തന്നെ ആ അക്കൗണ്ട് റിയാക്റ്റീവ് ആവണം. അത് ഞാനല്ല, ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടേക്കാൻ പറ്റുന്ന എല്ലാവരും ആ അക്കൗണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ച് കളയുക. ഞാൻ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ടപ്പോൾ അവർ ആദ്യം തന്നെ എന്നെയാണ് ബ്ലോക്ക് ചെയ്തിട്ടേക്കണം. അതുകൊണ്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും അക്കൗണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ചെയ്ത ആളോട് പറയാനുള്ളത്, ദൈവത്തോർത്ത് ഇങ്ങനെ ഒരു കാര്യം ആരോടും ചെയ്യരുത്. നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു വീഡിയോ ഇട്ടാൽ പോലും എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാനാണെന്നും പറഞ്ഞ് എൻ്റെ കുറേ വെച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് കുറേ പേർക്ക് ഞാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക, വീഡിയോ ചോദിക്കുക, കാസ്റ്റിംഗ് കോൾ നടത്തുക, ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി വീഡിയോസ് ആയിട്ട് കാണാം.